Good morning. Today going to talk about environmental impact assessment. Environment and ecology എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. The purpose of assessment is to ensure that decision makers can consider that the environmental impact while deciding whether or not to proceed with the project. The International Association of Impact Assessment defines the environmental impact assessment. അതായത് ഏതെങ്കിലും പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് എൻവയോൺമെൻറ്റിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ തെർമൽ സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുക, ബിൽഡിങ്ങുകൾ പണിയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്യുന്നതാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, predicting, evaluating and mitigating the physical, biological and social and other relevant effect of development proposal prior to major decision taken, the recommendation made. അതായത് അവിടെയുള്ള ആവാസ വ്യവസ്ഥേനെ, ഇക്കോളജീനെ, അവിടെയുള്ള ജീവജാലങ്ങൾ, സസ്യങ്ങൾ, മരങ്ങൾ, അതൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മളവിടെ ഇൻഡസ്ട്രികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന നാശങ്ങൾ എത്രമാത്രം നമ്മുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് നമ്മൾ ചില ഇൻഡസ്ട്രീസൊക്കെ ഭയങ്കര സൗണ്ട് പൊല്യൂഷൻസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആർ യൂണീക്ക് ദാറ്റ് they do not require the adherence to predetermined environmental outcome, but rather they require decision makers account for environmental values. Decision justify those decisions in the light of detailed environmental studies. അതായത് നമ്മൾ കൃത്യമായിട്ട് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് പഠിച്ചതിന് ശേഷം ഓരോ പ്രദേശത്തിൻ്റെയും ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെയുള്ള പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡെസേർട്ട് ഏരിയ ആണെങ്കിൽ അവിടെ വരുന്ന പ്രൊജക്റ്റ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റും അതുപോലെ തന്നെ മറ്റുള്ള ഒരു കുറച്ചും കൂടി കോൾഡ് റീജിയൻസൊക്കെ ഉണ്ടാകും, അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ഭൂപ്രദേശത്തിനനുസരിച്ച് അവിടെയുള്ള അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആ പ്രൊജക്റ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എൻഷുർ ദാറ്റ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ആർ ഫോർസീൻ ആൻഡ് അഡ്രസ്ഡ് അറ്റ് ദ ഏർലി സ്റ്റേജ് ഇൻ ദ പ്രൊജക്ട് പ്ലാൻ ടു ഡിസൈൻ. അതായത് തുടക്കത്തിൽ തന്നെ അതിന് സാധ്യതയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ഔട്ട്കം ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓവർ ഗ്രോയിങ് പ്രോസസ്, ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ്സ് റേഷൻ അപ്രോച്ച് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ആ സസ്റ്റൈനബിൾ സുസ്ഥിരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മൾ അവിടുത്തെ എൻവയോൺമെൻറ്റിനെ സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ട് അവർക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് കൊണ്ടുവരുന്നത്. എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് ഇൻ്റഗ്രേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ടു ദിസ് ഫ്രെയിംവർക്ക്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് അതിനനുസരിച്ചാണ് കൊണ്ടുവരേണ്ടത്. എവരി ആന്ത്രോപോജനിക് ആക്ടിവിറ്റി ഹാസ് കം സം ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ്, മോർ ഓഫൺ ടു ഹാംഫുൾ ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ബിഗിൻ. മുന്നുണ്ടായതിനേക്കാൾ കൂടുതൽ ഹാംഫുൾ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കൂട്ടുകയും നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസാണ് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ കൺസേൺസ് മസ്റ്റ് ബി അക്കൗണ്ടഡ് ഫോർ ഓൾ ഡെവലപ്മെൻറ്റ് പ്ലാൻസ്. അതായത് എന്ത് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് കൊണ്ടുവരുമ്പോഴും എൻവയോൺമെൻറ്റിനെയാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഓഫ് പ്രൊപ്പോസൽ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ സാധ്യതയില്ല, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെ സാധ്യതയുണ്ട്, എൻവയോൺമെൻറ്റിനെ എങ്ങനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അസസ് ദർ സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രൊപ്പോസ് മിറ്റിഗേഷൻ മെഷേഴ്സ് ദി സിഗ്നിഫിക്കൻറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതായത് നെഗറ്റീവായിട്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളൊക്കെ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യണം, റിഡ്യൂസ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഫർദർ ഇറ്റ് മേ അഡ്രസ് ദ എൻവയോൺമെൻറ്റ് കൺസേൺ പ്രൊപ്പോസ്ഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ വൈൽ പ്രൊവൈഡിങ് വേ ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് പ്രൊപ്പോസ്ഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്. അതായത് പ്രൊപ്പോസ്ഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻസിൽ നമുക്ക് മെയിനായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളെ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സിൻസ് ഓൾ ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ടു നാച്ചുറൽ എൻവയോൺമെൻറ്റ്, സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ഡെവലപ്മെൻറ്റ് ക്യാൻ ഓൺലി ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് ടേക്കൺ അബൌട്ട്. നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ.
അത് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇനി പബ്ലിക് പാർട്ടിസിപ്പേഷൻ, എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ദെൻ മീൻസ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രൊജക്ട് ടു ബി ഹിയർഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ദ സെലക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്, മിറ്റിഗേഷൻ, അഡ്വേഴ്സ് എഫക്റ്റ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അതായത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് ആ പബ്ലിക് പാർട്ടിസിപ്പേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. Therefore, it recommended the process should give appropriate opportunity to inform and involve interested parties and affected public. ഇനി അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനെയും എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരെയും കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം. ഇൻക്ലൂഡിംഗ് ദ വ്യൂ ഓഫ് അഫക്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഹെൽപ്പ് എൻഷുർ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഈസ് ഇക്വിറ്റബിൾ ആൻഡ് ഫെയർ. അത് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിറ്റബിളായിട്ട് എല്ലാവർക്കും തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ പ്രവൃത്തിക്ക് നാശം വരാത്ത രീതിയിൽ ഫെയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരിക്കണം. പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ്മെൻറ്റ് സെർവ് ദ ഫോളോയിങ് പർപ്പസ്. ഇനി അത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണ്ടി വരുന്നത് എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻഫോമിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ദ പ്രൊപ്പോസൽ പ്രൊജക്ട് ആൻഡ് ലൈക്ലി ഇഫക്റ്റ്. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഏരിയയിലേക്കുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ഭൂപ്രകൃതിയിനും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അവിടുത്തെയുള്ള കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആ എയർപോർട്ട് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഏത് പ്രൊജക്റ്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കണം. കളക്ട് ദ ഇൻപുട്ട് വ്യൂസ് ആൻഡ് കൺസേൺ ദ അഫക്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ആരൊക്കെയാണ് അതിനെ ഇഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റ് ആർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാരിനെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഇൻഫർമേഷൻ വ്യൂസ് ഓഫ് ദ പബ്ലിക് ഇൻ ദ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് അവരുടെ അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്ത് ഇവർ കൃത്യമായിട്ടുള്ള പഠനം നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, അവിടെ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ബൈ അലോവിങ് പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് EIA പ്രോസസ് ഒബ്ജക്റ്റീവ് ടു അച്ചീവ് ദ ഫോളോയിങ്. നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് അങ്ങനെ ഇൻഫോം ചെയ്യുന്നതുകൊണ്ടുള്ള കിട്ടുന്നത്? ഒബ്റ്റെയിൻ ലോക്കൽ ആൻഡ് ട്രഡീഷണൽ നോളേജ് ദാറ്റ് മേ യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അവിടുത്തെ ലോക്കൽ നോളേജ് നമുക്കറിയണം. അവിടുത്തെ ഭൂപ്രകൃതി, അവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ഭൂമിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ്, അത് നമുക്കറിയണം. ടു ഫെസിലിറ്റി കൺസിഡറിങ് ഓൾട്ടർനേറ്റീവ്, മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് ട്രേഡ് ഓഫ്. ഇനി പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മിറ്റിഗേഷൻ മെഷേഴ്സ്, നമുക്ക് പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ടായിരിക്കും അവിടെ താമസിക്കുന്ന ആൾക്കാർ, അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ടു റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ത്രൂ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് അണ്ടർ കണ്ടൻറ്റേഷൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലംസ് അതിനെക്കുറിച്ച് പഠിക്കുക. അതേപോലെ തന്നെ അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കുക. അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ വേണം. ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ പബ്ലിക് ഇൻഫ്ലുവൻസ് ദ പ്രൊജക്ട് ഡിസൈൻ പോസിറ്റീവ്ലി വിത്ത് ദ ഇഫക്റ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് സെൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ പ്രപ്പോസൽ പ്രൊജക്ട്. ഇനി അതിന് ഓണർഷിപ്പും ആ പ്രപ്പോസൽ രാജ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ എയർപോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയാണ് അവിടെയുള്ള താമസക്കാരെയൊക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് മാറ്റിയതിന് ശേഷമാണ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.